ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമുക്കിവിടെ അപ്പ് സൈഡിലേക്ക് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് മുകളിൽ ഡൗൺ സൈഡിലേക്ക് സ്റ്റോപ്പുകൾ അവൈലബിൾ അല്ല. കൂടാതെ 54,200 താഴെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ റിറ്റെയിൽ സെല്ലേഴ്സാണ് ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്. നമുക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് ആണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് റീച്ച് ആക്കാൻ വേണ്ടി നമുക്ക് അപ്പ് സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ നമുക്ക് എപ്പോഴും ഞാൻ വീണ്ടും പറയാറുള്ളത് പോലെ നമുക്ക് പെർഫെക്റ്റ് ഒരു എൻട്രി ആക്കാൻ ശ്രമിക്കാം. ഫിബൊനാച്ചി ലെവൽ ഓൾമോസ്റ്റ് റീച്ച് ആയതിനു ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ നമുക്കത് പ്രകാരം നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് നമ്മൾ റേഞ്ച് 180 പോയിൻറ്റ്സിന് അടുപ്പിച്ച് എന്തായാലും നമുക്ക് കിട്ടണം. കാരണം നമ്മുടെ പ്രീമിയം 90 പോയിൻറ്റ്സ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ അടിമണി ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റ് ഇവിടെ റീച്ച് ആകേണ്ടതാണ്. നമുക്ക് നോക്കാം. അടുത്തൊരു ഗ്രീൻ ക്യാൻഡിലിന് വേണ്ടി നോക്കാം. ദെൻ നമുക്ക് അടുത്തൊരു സ്പേസ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു എൻട്രിക്കുള്ള പെർഫെക്റ്റ് സ്പേസ് ആണത്. ദെൻ നമ്മളിവിടെ എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് പ്രോപ്പറായിട്ടുള്ള നമുക്ക് ടാർഗറ്റ് ഒരു 90 പോയിൻറ്റ്സ് മിനിമം നമുക്ക് ലഭിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസും അറൗണ്ട് ഒരു 60 പോയിൻറ്റ്സ്. ഇതാണ് നമ്മളുടെ 1:1.5 നമുക്ക് കറൻ്റ്ലി ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് എൻട്രിക്കുള്ള റീസൺ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള റിസ്ക് വേറെ റേഷ്യോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ഇതാണ് മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇവിടെ നിന്നുള്ള നമ്മളുടെ എൻട്രി പ്രൈസിലെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ആണ് നമുക്ക് എൻട്രി ലഭിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് 180 പോയിൻറ്റ്സ് അടുപ്പിച്ച് റീച്ച് ആകുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആകും. ഇതാണ് നമ്മളുടെ പ്ലാൻ. താഴേക്ക് ഒരു 120 പോയിൻറ്റ്സും. ദെൻ ഇത് പ്രകാരം നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നു. ഇത് പ്രകാരം നമ്മൾ ഫോക്കസ് പ്ലാൻ ചെയ്യുന്നു. നമ്മുടെ എൻട്രി ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് നോക്കുന്നു. നല്ലൊരു ഗ്രീൻ കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. സോ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രീമിയത്തിൽ ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് എൻട്രി വരെയാണ് നമുക്ക് ഏറ്റവും നമ്മളുടെ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. മാക്സിമം എൻട്രി നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം എന്താണെങ്കിൽ തന്നെയും ടാർഗറ്റ് ഹിറ്റ് ആവും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകാം. എന്താണ് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പരമാവധി നമ്മൾ സ്ട്രാറ്റജിയിൽ ബിലീവ് ചെയ്യുക. നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് കവർ റേഷ്യോ ഫോളോ അപ്പ് ചെയ്യുക. നമുക്കല്ല ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരിക്കലും മിക്സ്ഡ് ആവാൻ പാടില്ല. ദെൻ ആ ഒരു ക്യാൻഡിൽ ഇത് തന്നെ നമുക്ക് ഫോളോ അപ്പ് തരുന്നുണ്ട്. ദെൻ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ റേഞ്ച് അടുപ്പിച്ച് നമുക്ക് റീച്ച് ആയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എൻട്രിക്കുള്ള റീസൺ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അല്ല വെറുതെ ഒരു എൻട്രി എടുത്തിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല. ദെൻ അത്യാവശ്യം ഒരു സ്ട്രോങ് ക്യാൻഡിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഇത് എക്സിറ്റ് എടുക്കാം. നമുക്കിനി അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇല്ലിപ്പോൾ അത് കൂടുതൽ റിസ്ക് എടുക്കുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാം, പക്ഷേ നമുക്ക് ഇന്നിപ്പം നമ്മൾ 2 ദിവസം ട്രേഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അധികം വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല. ടാർഗറ്റ് ഹിറ്റായി നമുക്കിവിടെ നെക്സ്റ്റ് ആണ് ഏറ്റവും പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് എൻട്രിക്കുള്ള പോയിൻ്റ് ഡൗൺ സൈഡിലേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിരുന്നില്ല. ഇതാണ് നമുക്ക് എൻട്രിക്കുള്ള പ്രധാന പോയിൻ്റ്. 2 മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഇത് രണ്ടുമാണ് എൻട്രിക്കുള്ള പ്രധാന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിനുശേഷം റീറ്റെയിൽ സെല്ലേഴ്സിനെ ഇവിടെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. കാരണം അവരുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് നമ്മളുടെ ഫിബൊനാച്ചി ലെവൽ ഓൾമോസ്റ്റ് 60% നമുക്ക് റീച്ച് ആയിട്ടുണ്ട്. ദെൻ ഈ 3 കാരണങ്ങളും നമുക്ക് എൻട്രി എടുക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആയിരുന്നു. അവിടെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആവുകയും ചെയ്തു. അതുപോലെ 54,200 താഴെയാണ് ട്രേഡ് ചെയ്തത്. ഇതെല്ലാം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻസ് ആയിരുന്നു. ദെൻ നമുക്കിതുപോലെ തന്നെ നിഫ്റ്റി കൂടി നോക്കുകയാണെങ്കിൽ നമുക്കിത് ഈ സെയിം നമുക്ക് പോസിറ്റീവ് കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ നിന്നും സപ്പോർട്ട് റേഞ്ച് അവൈലബിൾ ആണ്. റിറ്റെയിൽ സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് കൂടാതെ നമുക്കിവിടെ നിന്ന് ബൈ ചെയ്തു. നമ്മൾ യെസ്റ്റർഡേ ഹൈ അവിടെ സ്പേസ് അവൈലബിൾ ആണ്. അത് ക്രോസ് ഓവർ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നും എക്സിറ്റായി. താഴേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. അതുകൂടാതെ മുകളിലേക്ക് സ്റ്റോപ്സ് അവൈലബിൾ ആണ്. സോ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോ നമ്മൾ പറയാനുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.